ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മഴക്കാലത്ത് വലിയ കേടുപാടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ മഴയുള്ളപ്പോൾ വാതരോഗികൾ കുറച്ച് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന്, നടക്കുമ്പോൾ ബാലൻസ് കുറച്ച് കുറവാണല്ലോ, മുട്ടൊക്കെ വളഞ്ഞിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കാലുകൾ വളഞ്ഞിരിക്കുകയാണെങ്കിൽ നടക്കുമ്പോൾ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. 2, മഴക്കാലത്ത് തണുപ്പുള്ളത് കൊണ്ട് അസുഖത്തിൽ കുറച്ച് വേദന, സ്റ്റിഫ്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക, കൈയും കാലുമൊക്കെ ഒന്ന് നല്ല സ്ട്രെച്ച് ചെയ്യുക, മുട്ടാണെങ്കിൽ കൈയും കാലുമൊക്കെ സ്ട്രെച്ച് ചെയ്യുക, അതുപോലെ കിടന്നുറങ്ങുമ്പോൾ നന്നായിട്ട് കവർ ചെയ്ത് കിടന്നുറങ്ങുക. 3, ഇൻഫെക്ഷൻസ് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മഴക്കാലം തുടങ്ങുമ്പോൾ നമുക്കറിയാം വൈറൽ ഇൻഫെക്ഷൻസ് ഭയങ്കരമായിട്ട് കൂടും. ഇപ്പോൾ എസ്പെഷ്യലി കുട്ടികൾ സ്കൂളിൽ പോയി വന്നു കഴിയുമ്പോൾ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടുവരും, അത് എൽഡേഴ്സിന് കിട്ടും. അപ്പോൾ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ വാതരോഗികൾക്ക് കാരണം മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ സിവിയറിറ്റി കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ട പ്രിക്കോഷൻസ് എടുക്കുക, കഴിയുന്നതും ക്രൗഡഡ് സ്പേസിൽ പോകുമ്പോൾ മാസ്ക് വെക്കുക. അതുപോലെ വൈറൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ ഇൻഫ്ലുവൻസയുടെ ഒരു വാക്സിൻ ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്കറിയാം ഒരു ഫ്ലൂ വാക്ക് എന്ന് പറഞ്ഞ വാക്സിൻ വരും. അതൊരു ഫ്ലൂ ജാബ് എന്ന് പറയും, ഫ്ലൂ ജാബ്. ഈ ഫ്ലൂ ഇൻഫ്ലുവൻസ വൈറസിനെതിരെയുള്ള ഇഞ്ചക്ഷനാണത്. അതെടുത്തു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസയുടെ സിവിയറിറ്റി വളരെയധികം കുറയും. അപ്പോൾ അതാണ് ഒരു കാര്യം. പക്ഷേ വാക്സിൻ ഒരു വൈറസിനെതിരെ മാത്രമേ ഉള്ളൂ, പല ടൈപ്പ് വൈറസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കഴിയുന്നത് ബാക്കിയുള്ള പ്രിക്കോഷൻസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. 2, ജലജന്യ രോഗങ്ങൾ, അതുപോലെ നമുക്ക് വയറിളക്കം അല്ലെങ്കിൽ കോളറ പോലുള്ള അസുഖങ്ങൾ പോലും റിപ്പോർട്ടാണ്. അപ്പം കുടിക്കുന്ന വെള്ളം പലപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കും. ഫുഡ് കഴിക്കുമ്പോൾ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിയുമ്പോൾ വളരെ സെലക്റ്റീവായിട്ട് സൂക്ഷിച്ച് കഴിക്കുക. നമുക്ക് ഇൻഫെക്ഷൻസ്, ഡെങ്കി പോലുള്ള ഇൻഫെക്ഷൻസ്, കൊതുകുകളുടെ എണ്ണം കണ്ടമാനം കൂടും. കടിച്ച് ഡെങ്കിയുടെയൊക്കെ ഇൻസിഡൻസ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡെങ്കി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊതു നിർമ്മാർജ്ജനത്തിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എന്തുകൊണ്ടാണ് ആർത്രൈറ്റിസ് രോഗികൾ ഈ ഇൻഫെക്ഷൻ വരാൻ നോക്കണമെന്ന് പറഞ്ഞത്? അവർക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളേക്കാളും കൂടുതൽ സിവിയർ ആകാൻ ഇവർ ഇമ്മ്യൂണോസപ്രസൻ്റ് മരുന്ന് കഴിക്കുന്നതുകൊണ്ട് സിവിയർ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മഴക്കാലത്ത് വലിയ കേടുപാടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും.